സിദ്ധാർത്ഥിന്റെ മരണത്തിൽ യൂണിവേഴ്സിറ്റി ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചാൻസലർ സസ്പെൻഡ് ചെയ്തതെന്ന് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് പറയുന്നു. ഇന്നലെ രാത്രിയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയതെന്നും VC24 പറഞ്ഞു. റിപ്പോർട്ട് UGC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും VC പറയുന്നു. ചാൻസലർ കൺട്രോളിംഗ് ഓഫീസറാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓഫീസ് അതിൽ കൂടുതലൊന്നുമില്ല. ഇത് ഈ സംഭവം സംബന്ധിച്ചിട്ടുള്ള സീരിയസ് തീരുമാനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ന്യൂസ് കിട്ടിയത്. ഇന്ന് ഡീന്റെയും മറ്റ് സ്റ്റെംപാർട്ടിന്റെയും പേരിൽ വന്നിട്ടുള്ള ലാബ്സ് ഇവരുടെ അടുത്ത് കിടക്കുന്ന ഹോസ്റ്റലിൽ ഇത് നടന്നിട്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ലാബ്സ് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ്. അത് അന്വേഷിക്കാൻ വേണ്ടി അതിലുണ്ടായിട്ടുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇവരെ രണ്ടുപേരും സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഞാനിവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഗവർണറുടെ ഈ ഇത് ന്യൂസ് എനിക്ക് കിട്ടിയത്. സോ ഐ എം സ്റ്റോപ്പിംഗ് എവറിത്തിങ്. അഭിജിത്ത് മുഴക്കുന്നാണ് VCയുമായി സംസാരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, ഇത് 18-ാം തീയതി എല്ലാം കഴിഞ്ഞു. 18-ാം തീയതി സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ചതാണ്. അതിന് മുമ്പുള്ള ദിവസങ്ങളിലാണ് മർദ്ദനം, അതിന് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഹോസ്റ്റൽ റൂമിലിട്ടുള്ള നിരീക്ഷണം. ഇതൊക്കെ ഒന്നും അറിയാതെ ഇത്രയും ദിവസങ്ങളായിട്ടും ഇന്നും VC സസ്പെൻഷൻ ഉത്തരവ് ലാപ്ടോപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാവോ അഭിജിത്ത്? ആണ് ഹാഷ്മി ഏറ്റവും വലിയ പ്രശ്നവും. കാരണം ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ കോളേജിൽ നടക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥന്റെ മരണം നടന്ന് ഈ മരണം രക്ഷിതാക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നും VC അറിഞ്ഞിട്ടേയില്ല. മാത്രമല്ല, ഈ കോളേജ് അധികൃതർ പാലിക്കേണ്ട ചില കടമകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും തന്നെ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ഇത്തരമൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം തന്നെ കോളേജ് അധികൃതർ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിനെ വെറും ഒരു ആത്മഹത്യയായി എഴുതിത്തള്ളാനുള്ള നീക്കം പോലും പോലീസിന്റെ ഭാഗത്ത് അടക്കം ഉണ്ടായതാണ്. പക്ഷെ അപ്പോഴും 24 അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടുതൽ നടപടികളിലേക്ക് കടന്നത്. ഏതായാലും നിലവിൽ VCയെ സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ VCയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം തരുന്നൊരു പ്രതികരണം, ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് തനിക്ക് ഇന്നലെയാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് താൻ കടക്കുകയായിരുന്നു. അതായത് ഡീനിനും ഈ ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡനും എതിരെയുള്ള സസ്പെൻഷൻ താൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു. ശരി, അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അങ്ങനെ എന്തോ സസ്പെൻഷൻ റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു VC. ഇത് അത് ക്യാമ്പസാണ്, ക്യാമ്പസിലിട്ട് ക്രൂരമർദ്ദനം, അത് കഴിഞ്ഞ് ഹോസ്റ്റലിലിട്ട് ക്രൂരമർദ്ദനം, മണിക്കൂറോളം ദിവസങ്ങളോളം ക്രൂരമർദ്ദനം, ജീവച്ഛവമാക്കിയ ആളെ വലിച്ചിഴിച്ച് റൂമിലോട്ട് കൊണ്ടിടുന്നു. ഇതൊന്നും അവിടെ ആരും അറിയുന്നില്ല. ഈ പറയുന്ന ഡീൻ അറിയുന്നില്ല, ഈ പറയുന്ന അസിസ്റ്റന്റ് വാർഡൻ അറിയുന്നില്ല, അധ്യാപകർ ആരും അറിയുന്നില്ല, VC അറിയുന്നില്ല, ഒന്നും ആരും അറിയുന്നില്ല. ഓർക്കണം, ഈ സിദ്ധാർത്ഥ് മരിച്ച കാര്യം വീട്ടുകാരോട് പറയുന്നത് പോലും 24-ാം തീയതിയാണ്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞിരുന്നു, ഔദ്യോഗികമായി പറയുന്നത്. വെറ്റിനറി വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത നടപടി സിദ്ധാർത്ഥിന്റെ കുടുംബം സ്വാഗതം ചെയ്തു. ഗവർണർ